നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം CJP കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരം, ഇന്നലെ അതിൻ്റെ വിജയപ്രദമായ ഒരു പര്യവസാനം. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പഠിക്കാനുണ്ട്, എന്ത് മാറ്റം നാം ഓരോരുത്തരും വരുത്തണം? എന്തായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? നീറ്റ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോർന്ന് ഏകദേശം 20 കുട്ടികളിലധികം ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ CBSE പരീക്ഷകളിൽ പല പ്രാവശ്യവും ചോദ്യപേപ്പറുകൾ ചോർന്ന് സാമ്പത്തികമുള്ള കുട്ടികൾ കൈക്കൂലി കൊടുത്ത് പരീക്ഷ എഴുതി ഉന്നതമായ മാർക്ക് നേടി MBBS അഡ്മിഷൻ നേടുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തിൽ 2026 തന്നെ ഏകദേശം 20 കുട്ടികൾ നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ട് പോലും രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ ഉത്തരവാദിത്വം ചെയ്യേണ്ടവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ വന്നപ്പോഴാണ് യുവതലമുറ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. An idea can change your life. ഒരാശയത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. One man can do wonders. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ വലിയ അതിശയങ്ങൾ ചെയ്യാൻ സാധിക്കും. CJPയുടെ നേതാവ് പെട്ടെന്നുണ്ടായ പാറ്റകൾ എന്നുള്ള പേരിൽ CJP എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല യുവജന സംഘടന ഫോം ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ 21 ലക്ഷം മില്യൺ ഫോളോവേഴ്സും, അത് കഴിഞ്ഞ് ഇപ്പോൾ അത് 27 മില്യൺ ഫോളോവേഴ്സായിട്ട് മാറിയിരിക്കുന്നു CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്? ജെൻസി റെവല്യൂഷൻ. യുവതലമുറ നന്മയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ മത നേതൃത്വത്തിൻ്റെയും അമിതമായ സാമ്പത്തിക ആഗ്രഹമല്ലേ ഇതിൻ്റെ പുറകിൽ? ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാതിരുന്നതല്ലേ ഇങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണം? ഇനി നീറ്റ് പരീക്ഷ തന്നെ പറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 1,36,000 സീറ്റാണ് ഇന്ത്യയിൽ MBBSനുള്ളത്. എന്നാൽ 23 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതി. കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷത്തിന് 20 ലക്ഷത്തിന് ഇടയ്ക്ക് കുട്ടികൾ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. ഇതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിലെ സമൂലമായ ഒരു പരിവർത്തനം ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. ഇതേ രീതിയിലുള്ള ഒരു റവല്യൂഷനായിരുന്നു എഞ്ചിനീയറിംഗ് സെക്ടറിൽ നടന്നത്. ഇന്ന് ആവശ്യത്തിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യ മുഴുവനുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളില്ലാത്ത കോഴ്സുകൾ, അതായത് കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തൊഴിൽ കിട്ടാത്ത എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾ കുറവ്. അപ്പോൾ തൊഴിൽ അല്ലെങ്കിൽ കുട്ടികൾ ഡിമാൻഡുള്ള കോഴ്സുകൾക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. കുട്ടികൾ ആവശ്യപ്പെടുന്ന സീറ്റുകൾ, കുട്ടികൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ കൂടുതലായി കൊടുക്കുക, അല്ലാതെ സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അധ്യാപകർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടുന്നത്. കഴിഞ്ഞ വർഷത്തിൽ 20 ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനമായി MBBSനാണ്. ഉക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു, ഉക്രൈൻ, ജോർജിയ, റഷ്യ, ചൈന ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത്. ഈ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുമ്പോൾ ആവറേജ് ഒരു വിദ്യാർത്ഥി കൊണ്ടുപോകുന്ന ഏകദേശം 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷം രൂപ ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ വലിയൊരു മാറ്റം നമുക്കുണ്ടാകാം.
കുട്ടികൾ ആഗ്രഹിക്കുന്ന സീറ്റ് വർദ്ധിപ്പിക്കുക. അതിന് ജീവിക്കുന്ന തെളിവാണ് 1,36,000 സീറ്റിന് 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഇന്ത്യയിൽ അടിയന്തരമായി വേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് MBBS സീറ്റ് മിനിമം 10 ലക്ഷമായിട്ട് 1,36,000 നിന്ന് 10 ലക്ഷം സീറ്റ് ഇൻക്രീസ് ചെയ്യുക. എങ്ങനെ 10 ലക്ഷം സീറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വകാര്യ വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. അതായത് MBBS കോളേജുകൾ കൊടുക്കുന്ന, മെഡിക്കൽ കോളേജുകൾ കൊടുക്കുന്ന നിയമങ്ങൾ ലഘൂകരിക്കുക. ഒന്നാമതായി വേണ്ടുന്ന മെഡിക്കൽ കോളേജുകൾ കൊടുക്കുന്ന നിയമങ്ങൾ ലഘൂകരിക്കുക. സ്വകാര്യ വ്യക്തികളെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ വേണ്ടി അവരെ സ്വാഗതം ചെയ്യുക, അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. നമ്മൾ ChatGPTയിലോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജ് 150 വിദ്യാർത്ഥികളുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1500 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ സമൂഹം അല്ലെങ്കിൽ ആ സ്ഥലം മുഴുവൻ വലിയ മാറ്റം ഉണ്ടാവുകയും ഏകദേശം 5000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഒരു പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പെർമിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ 10 ലക്ഷം സീറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10,000 മെഡിക്കൽ കോളേജുകളെങ്കിലും ഇന്ത്യയിൽ മൊത്തമായിട്ട് കൊടുത്താൽ വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് കുറയ്ക്കാം. ഇവിടെ നിന്ന് ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഒരു വിദ്യാർത്ഥിക്ക് 50 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ നോക്കിയാൽ എത്രമാത്രം തുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പൈസ ഒഴുകുന്നതെന്ന് മനസ്സിലാക്കുക. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരെ സംസാരിക്കാത്തതാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ പരമപ്രധാനമായ കാര്യം പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനമാണ്. ഇന്ത്യ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏകദേശം 120-ാം സ്ഥാനം, 140 രാജ്യങ്ങളിൽ 120-ാം സ്ഥാനം നിൽക്കുന്നുവെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം 200 രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യ ഒരു 160-ാം സ്ഥാനമാണ്. ഇവിടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമുണ്ട്. എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ ധാരാളമായി നൽകുക. അപ്പോൾ ഒന്നാമത്തെ പെർ ക്യാപിറ്റ ഇൻകം. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൈക്കൂലി. രാഷ്ട്രീയ കൈക്കൂലികൾ നമുക്ക് പരിപൂർണമായിട്ടും നിർത്താൻ പറ്റില്ല. പക്ഷേ തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് വാങ്ങുന്ന കൈക്കൂലികൾ പരിപൂർണമായിട്ടും നിർത്തണം. അതിനുള്ള നിയമം ഇന്ത്യയിൽ വരണം. കൈക്കൂലിയുടെ റാങ്കിങ്ങിലും ഇന്ത്യ വളരെയധികം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പുറകിലാണ് ഇന്ന് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? ഇതും നിയമം മൂലം വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കൈക്കൂലി വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് അറിഞ്ഞാൽ പോലും ആ വ്യക്തിക്ക് യാതൊരു ബെനിഫിറ്റുകളോ പെൻഷനോ മറ്റ് ബെനിഫിറ്റുകളോ ഇല്ലാതെ ഈ വ്യക്തിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും കൈക്കൂലി വാങ്ങുന്ന ഒരു ക്രിമിനൽ കുറ്റമാക്കി കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ കൈക്കൂലി ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ എംപ്ലോയിക്ക് ഒരു തൊഴിലാളിക്ക് അവൻ ചെയ്യുന്ന പണിയുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഇന്ന് സർക്കാർ ജോലിക്കാർക്ക് നല്ല സാലറിയാണ്. ഏകദേശം 50,000 തൊട്ട് മുകളിലേക്ക് 1 ലക്ഷം 2 ലക്ഷം വരെ സാലറി കിട്ടുന്ന ജോലിക്കാർ, ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്നതിൽ അധികമായ ശമ്പളമാണ് സർക്കാർ എംപ്ലോയീസിന് കിട്ടുന്നത്. അതിൻ്റെ കൂടെ അവർ കൈക്കൂലി കൂടെ വാങ്ങുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതുതന്നെയാണ് ഇപ്രാവശ്യത്തെ ഈ നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചിരിക്കുന്നത്. 40 പേരെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ അവരെ എത്രമാത്രം എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. അതുപോലെ തന്നെ CBSE എക്സാമിനേഷന് ചോദ്യപേപ്പർ ചോർച്ച, ഇതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാക്കി മാറ്റണം. MBBSന് സീറ്റ് വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ, അതായത് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന സെൻറ്റേഴ്സ് ഇതുപോലെയുള്ള ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കോടികൾ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റാങ്കിംഗ് ലിസ്റ്റ് ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന പണികൾക്ക് ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ആയതിനാൽ എൻ്റെ അഭിപ്രായം എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ എൻട്രൻസ് എന്ന് പറയുന്ന ഒരു നടപടിക്രമം തന്നെ നിർത്തണം. കേരളത്തിലെ അഡ്മിഷൻ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസും CBSE ICSE ഉണ്ട്. അതിനൊരു കോമൺ മാനദണ്ഡം വെച്ചുകൊണ്ട് അങ്ങനെ എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു തുല്യത വരുത്താം എന്ന് നോക്കിക്കൊണ്ട് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും MBBSന് സീറ്റുകൾ കൂട്ടുകയും അടിയന്തരമായി ചെയ്യേണ്ടതാണ്. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ, ഇന്ത്യൻ യുവതയ്ക്ക് തൊഴിൽ അവസരങ്ങൾ നേടിക്കൊടുക്കാൻ, കൈക്കൂലി ഇല്ലാതാക്കാൻ. ഇതേ രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം ഇനിയെങ്കിലും ഉണർന്നു വന്നില്ല എങ്കിൽ CJP പോലെയുള്ള യുവജന സംഘടനകൾ വളരുകയും വീണ്ടും ഇന്ത്യയിൽ ഇതേ രീതിയിൽ അല്ലെങ്കിൽ
ഇതിന് അപ്പുറമുള്ള സമര നടപടിക്രമങ്ങളും മാറ്റങ്ങളും ഇന്ത്യയിൽ ഉണ്ടാവും. വരും തലമുറ നന്മയിലേക്ക്. എന്നാൽ പ്രായമുള്ള കുറച്ചു പേര് വളരെയധികം മാറേണ്ടിയിരിക്കുന്നു. വ്യക്തികളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഒരു മാറ്റം ഇന്ത്യയിൽ അനിവാര്യമാണ്. ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്ന ഒരു നാടാണ്. ചൈന സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ഇന്ത്യ, 1947 ചൈന. ഇന്ന് ചൈന ഇവിടെ നിൽക്കുന്നു, ഇന്ത്യ ഇവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട് നാം ഇത്ര പുറകോട്ട് പോയിരിക്കുന്നു? പെർ ക്യാപിറ്റ ഇൻകത്തിൽ അല്ലെങ്കിൽ 50% ആളുകൾ പട്ടിണി പാവങ്ങളായി കഴിയുന്ന ഇന്ത്യ, ഒരു മാറ്റം അനിവാര്യമാണോ? ചിന്തിച്ചു നോക്കുക.